ഇന്നൊരു പൈനാപ്പിൾ പായസം വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനൊരു നല്ല വലിയ പൈനാപ്പിൾ എടുത്ത് എല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് കഷ്ണിച്ച് എടുക്കാം. പൈനാപ്പിളെല്ലാം ഞാൻ ചെത്തി പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് കുറച്ച് മിക്സിക്കകത്തിട്ട് അടിക്കണം. അതടിക്കട്ടെ. കുറച്ച് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് നെയ്ക്കകത്ത് വറക്കാൻ വേണ്ടി. വറക്കാനല്ല, വഴറ്റാൻ. കുറച്ച് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കണം. ഉരുളി അടപ്പേ വെച്ച് നെയ്യ് 2-3 സ്പൂൺ നെയ്യ് വേണം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് നെയ്ക്കകത്ത് വഴറ്റാൻ. കുറച്ച് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പില്ലായിരുന്നു, ഇത്രയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ എല്ലാം വറുത്ത് കോരിയതിനകത്ത് ആ നെയ്ക്കകത്ത് തന്നെ പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിൾ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റാം. തേങ്ങയെല്ലാം മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ശർക്കര പാനിയൊക്കെ വെച്ചേക്കുന്ന ഒഴിക്കാം. ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ. കുറച്ച് ചവ്വരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇടാം. ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വേവുന്നതോടൊപ്പം തന്നെ ചവ്വരിയും വെന്തോളും. എനിക്ക് ചവ്വരി വേവുന്നതാ പായസത്തിൻ്റെ കണക്ക്. പുക കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇത്രയും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച് പൈനാപ്പിൾ കൂടി ഇതിനകത്ത് അങ്ങ് ഒഴിക്കാം. അരച്ച് വെച്ചത് ഒഴിച്ച് ഇനി തേങ്ങാപ്പാലും 3-ാം പാലും കൂടെ ഒഴിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ച് ഇനി ഇതൊന്ന് ഇച്ചിരി ഒന്ന് പറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് 2-ാം പാൽ ഒഴിച്ച് ഒന്ന് ഇതാക്കാം, വേവിക്കാം. അങ്ങനെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി 1-ാം പാലൊന്ന് ഒഴിക്കാം. പുകയായതുകൊണ്ട് അടുപ്പയിലാണ് വെക്കുന്നത്. പുകയായതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി ഒന്ന് കുറുകട്ടെ. കുറുകാനല്ല, ഒന്ന് തിളയ്ക്കണം. വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പില്ല, മുന്തിരിങ്ങായും തേങ്ങാക്കൊത്തും കൂടെ അതങ്ങിടാം. എല്ലാ പ്രാവശ്യവും അണ്ടിപ്പരിപ്പ് ഇടുന്നതുകൊണ്ട് ഒരു ഓളത്തിന് അതുകൂടെ അങ്ങ് പറഞ്ഞു. ഞാനിത് ആദ്യമായിട്ട് വെക്കുക. എന്നാലും കുഴപ്പമില്ല. അടപ്പയിലായതുകൊണ്ട് പുകയാണ്, അതുകൊണ്ട് വീഡിയോ ക്ലിയർ ആവുന്നില്ല. പായസം എല്ലാം സെറ്റായി. ഏലക്കാപ്പൊടി അതിട്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പായസം എല്ലാം പൈനാപ്പിൾ പായസം റെഡിയായി. ഞാൻ ആദ്യമായിട്ട് വെക്കുക. കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.